അങ്ങനെ രാവിലെ ഞാൻ ഉറക്കമെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ് ഒരുത്തയാണെങ്കിൽ തവളയെ പോലെ കിടക്കുന്നു. ഞാൻ പേര് വിളിച്ചപ്പോഴത്തേക്ക് നോക്കി ആരാ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുതാ. പിന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് വെളിയിൽ സൈഡിലേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ ഗൂസുകൾ നിൽക്കണുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ നമ്മളുടെ മീനിന് കുറച്ച് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീനിൻ്റെ അടുത്ത് പോയി അങ്ങനെ തീറ്റയൊക്കെ കാണിച്ച് നമ്മൾ കുറച്ച് വിഷയമൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് മീനുകളെല്ലാം അടുത്ത് വന്ന് ഒരു കൗതുകം തോന്നി. അങ്ങനെ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. പാക്കറ്റിൽ 10 എണ്ണം വന്നായിരുന്നു. ഇതാണ് നമ്മളുടെ കോഴികൾക്ക് കൊടുക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള വാട്ടർ ഡ്രിങ്കർ. ഇതിൻ്റെ വേറൊരു മോഡലാണ് നിപ്പിൾ ഡ്രിങ്കർ ഉള്ളത്. അതിന് പകരം ഇതിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുക. അപ്പോൾ ഇതിനാകുമ്പോൾ താറാവിനും നല്ലപോലെ കുടിക്കാം. അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള നമ്മുടെ ബാത്റൂമിലുള്ള ഫ്ലഷ് പോലെ തന്നെയാണ്. വെള്ളം നിറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള കുറ്റി വന്ന് വെള്ളത്തിന് സ്റ്റോപ്പ് ചെയ്യിക്കും. അപ്പോൾ അത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് കോഴിക്കൂട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണ് ഇതുങ്ങൾക്കൊന്നും എന്നെ ഇഷ്ടമല്ല. കണ്ടില്ലേ, ഒന്നിനും ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ താഴെ എത്തിയപ്പോഴത്തേക്കാണ് നമ്മുടെ മണിത്താറ്. അതിന് പിന്നെയും കുറച്ച് ഇണക്കമുണ്ട്. മറ്റേതുപോലത്തെ ഗൂസിനെ പോലത്തെ തെണ്ടിത്തരം പിടിച്ച സ്വഭാവമല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കോഴിയും പാവമാണ്. കോഴി നമുക്കിങ്ങനെ കൈയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തടവാനൊക്കെ നിന്ന് തരും. അത് കഴിഞ്ഞിട്ട് വേണ്ട തൊട്ടടുത്ത് എല്ലാം നനഞ്ഞ കോഴികളെ പോലെ നിൽക്കുക. എല്ലാം നനഞ്ഞു പോയി മഴയത്ത് പാവങ്ങൾ. അത് കഴിഞ്ഞ് ഇതാണ് നരപൂജിയായിട്ടുള്ള മീൻ. തവളയെ തിന്ന് ഫുള്ള് നാറിയിട്ട് വയ്യ അവിടെ നിൽക്കാൻ. നാറ്റം കൊണ്ടാണെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അടുത്ത നമ്മളുടെ ഗൂസ്. ഇത് ശരിക്കും 2 ദിവസം കൊണ്ട് വിരിയേണ്ടതാണ് ഗൂസ്. എന്താവോ എന്തോ മഴയില്ലേ. അത് കഴിഞ്ഞിട്ട് വേണ്ട ഇവളാണെങ്കിൽ ഇവിടെ വാലിട്ട് അടിയോടടി. ഈ വാലാണെങ്കിലോ പെരമ്പ് പോലത്തെ വാലാണ്. കാലുവെള്ളം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കാലും കൂടെ വേദന എടുക്കും. പിന്നെ ഇത് ഭയങ്കര ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഞാൻ എന്തെങ്കിലും ചെയ്ത് അച്ഛൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. വിഷമിച്ചൊക്കെ ഇരിക്കും. അവസാനം അച്ഛൻ എന്നെ വഴക്ക് പറയും, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്. പാവങ്ങൾ. ഇതുങ്ങളാണെങ്കിലോ എപ്പോഴും കുളി മാത്രമേ ഉള്ളൂ. കുളിച്ച് ദേഹം ഫുള്ള് വെള്ളയാക്കി വയ്ക്കും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ചെളി നടന്ന് പിന്നെയും ചെളി കളറാവും. പിന്നെയും വന്ന് ചെളിവെള്ളത്തിൽ നിന്ന് തന്നെ കുളിച്ച് വെള്ളയാക്കും. കഴിവാണ് ഇതിൻ്റെയൊക്കെ. അങ്ങനെ വേറെ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഭയങ്കര മഴയാണ് പുറത്ത്. എന്താ ചെയ്യാനാ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഗൈസ്.